ഇന്നുവരെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ ഊളിയിട്ട് നോക്കിയാൽ ഇത്രയ്ക്ക് സത്യസന്ധമായി സംസാരിച്ച ഒരു നേതാവിനെ കണ്ടുകിട്ടാനില്ല. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. യേശുക്രിസ്തുവിനെയും ശ്രീനാരായണ ഗുരുവിനെയും ഗാന്ധിജിയെയും ഒക്കെ കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഈ തലമുറയ്ക്ക് ലഭിച്ച മഹാഭാഗ്യമാണ് ഇത്. അതെ, വെള്ളാപ്പള്ളി നടേശഗുരുവിനെ അടുത്തു കാണാനും കേൾക്കാനും തൊട്ടു നോക്കാനുമൊക്കെ സാധിച്ചതിലൂടെ എന്തൊരു സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശഗുരു ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കാൻ മാത്രം എന്ത് പുണ്യമാണ് ഗുരുവെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാകാം. ഗുരുവിനെ പോലെ ഇത്ര കാപട്യമില്ലാത്ത, ഇത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള, ഇത്രയ്ക്ക് സുവ്യക്തമായ ഒരു രാഷ്ട്രീയ നയം ആരാണ് കേരളത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്? സമദൂരം, ശരിദൂരം, സുഖദൂരം എന്ന തരത്തിലുള്ള ഒരു ശിഖണ്ഡി നയമല്ലല്ലോ ഇത്. ആദർശമല്ല, അവസരവാദമാണ് പാർട്ടിയുടെ നയം എന്ന് ഇത്ര സത്യസന്ധതയോടെയാണ് ഗുരു അരുളി ചെയ്തത്. അതിനാൽ മിതവാദി കൃഷ്ണൻ, തീവ്രവാദി രാമൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് പോലെ ചരിത്രവും കാലവും ഇനി മുതൽ വെള്ളാപ്പള്ളി നടേശനെ അവസരവാദി നടേശൻ എന്ന് വിളിക്കും. വിളിക്കട്ടെ, വിളിച്ചിടട്ടെ, വിളിച്ചു കൊള്ളട്ടെ. ഇതിപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. അവസരത്തിനൊത്ത മുദ്രാവാക്യങ്ങളും അവസരത്തിനൊത്തുള്ള പ്രായോഗിക ചിന്തകളുമാണ് വേണ്ടത്. അതല്ലാതെ ആദർശവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തുകയില്ല. ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. BDJS-മായി ഞാൻ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ BDJS-ന്റെ ഞങ്ങളുടെ ഘടകങ്ങളുമായി സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഞങ്ങൾ ആരുമായി ഇതുവരെ പോയിട്ടില്ല. BJP-യുമായി ചെറുതായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അച്ഛനോട് കടം പറഞ്ഞു ബീജമായി അമ്മതനുദരത്തിൽ കടന്നു. പരസ്യമായിട്ട് BJP ആയിട്ട് ചർച്ച ചെയ്ത് ശരിയാണ്. രഹസ്യമായിട്ട് വേറെ പല പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് അത് ഞങ്ങൾ പറയത്തില്ല. ദൈവമേ, നടേശേട്ടന്റെ ഓർമ്മയെല്ലാം നശിച്ചു പോയോ? കരഞ്ഞതാർക്കു വേണ്ടി, പിച്ച നടന്നതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ജന്മം തന്നെ ഭിക്ഷയല്ലയോ, ജന്മിയും ജനനത്താൽ ഭിക്ഷുവല്ലയോ. സ്വന്തമെന്ന മിഥ്യതൻ പിന്തേ നമ്മളീ സ്വപ്നയാത്ര തുടരുകയല്ലേ, സ്വപ്നയാത്ര തുടരുകയല്ലേ. വളർന്നതാർക്കു വേണ്ടി, എങ്ങും അലഞ്ഞതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഈ ആഴ്ചത്തെ മഹത്വജനം. കാനം രാജേന്ദ്രൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും നോക്കുകൂലിക്കെതിരെ സംസാരിക്കുമ്പോൾ നോക്കുകൂലിക്ക് വേണ്ടി വാദിക്കും. സി ദിവാകരൻ അടുത്ത തുരന്നെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. എല്ലാവരും ബാറുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ മദ്യപന്മാരുടെ പക്ഷം അദ്ദേഹം ചേരും. മദ്യവർജനമല്ല,
നിരോധനമാണ് വേണ്ടതെന്ന് പറയുന്ന KCBCയെ നന്നാക്കാനാണിപ്പോൾ കാനത്തിൻ്റെ കഠിന ശ്രമം. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഗോവയിൽ ഏത് പെട്ടിക്കടയിലും മദ്യം കിട്ടുമെന്ന് പറയുന്ന കാനം ഇത് ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന കാര്യം വെളിപ്പെടുത്തുന്നില്ല. ജനകീയ യാത്രക്കിടയിൽ കാനം മനനം ചെയ്തെടുത്ത മൊഴിമുത്തുകളാണ് ഇത്. KCBCയുടെ മദ്യവിരുദ്ധ സമിതി അവർ ഇപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. എല്ലാ പാർട്ടികളും മദ്യത്തെക്കുറിച്ചുള്ള സമീപനം വ്യക്തമാക്കണം. KCBCയുടെ സമീപനം ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഏറ്റവും കൂടുതൽ ഒരേ ഡിനോമിനേഷനുള്ള ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് മിസോറാം. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ മദ്യനിരോധനം പിൻവലിച്ചു. ഒരു BCയും ഒരു എതിർപ്പും പ്രകടിപ്പിച്ച് കണ്ടില്ലല്ലോ. ഒരേ വിഭാഗത്തിലുള്ള കാത്തലിക് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഗോവ. ഗോവയിൽ മദ്യനിരോധനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഏതെങ്കിലും ബിഷപ്സ് കോൺഫറൻസിന് ധൈര്യമുണ്ടോ? അവിടെ പെട്ടിക്കടയിൽ കൂടി ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന സ്ഥലത്ത് കൂടി ആവശ്യത്തിന് മദ്യം കിട്ടും. കേരളം മുഴുവൻ അട്ടപ്പാടിയാക്കി മാറ്റരുത് എന്നാണ് KCBCയോട് എനിക്ക് പറയാനുള്ളത്. മദ്യനിരോധനം എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാനോ അത് ശരിയല്ല എന്ന് പറഞ്ഞാലോ വോട്ടെല്ലാം നഷ്ടപ്പെടും എന്നൊന്നും ധാരണയൊന്നും ഞങ്ങൾക്കില്ല.